ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ വലിയ്യുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാക്കിഊൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും സ്നേഹനിധികളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, വളരെ അർത്ഥവത്തല്ലാത്ത ഒന്നും ഷാഫി സഖാഫിയെ പോലുള്ള ആളുകൾ പറയാറില്ല. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വളരെ ഗൗരവത്തോടുകൂടി കണക്കിലെടുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട നല്ല ഒരു കൂട്ടം പ്രവർത്തനങ്ങളെ കുറിക്കുന്ന ഒരു പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പറ അവറുകൾ നമുക്ക് എടുത്തു തന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരുപാട് കാലം മുസ്ലിം ഉമ്മത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാനുള്ള ഇൽമും ആഫിയത്തും ആരോഗ്യവും ഒക്കെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനക്കുള്ള ഗുണം, ആളുകൾക്ക് കേൾക്കാൻ പറ്റിയ ഉപദേശങ്ങൾ നടത്താൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരിൽ മാത്രമേ അതിന് പറ്റിയ പണ്ഡിതന്മാരുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഷാഫി സഖാഫിയെ പോലുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിൽ എല്ലാ കാലത്തും വളരെ സജീവമായി നിലനിൽക്കണം. ഒരു സംഘടനാ പ്രവർത്തകൻ അവൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇത് പഠിപ്പിക്കുന്ന ആത്മാർത്ഥതയും അള്ളാഹുവിനെ പേടിയും ഉള്ള ഒരു പ്രവർത്തകന് ഉണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം കേട്ടത്. ഈ സ്വഭാവം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരുപാട് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുമായിരുന്നു. ഏതായിരുന്നാലും അല്ലാഹു തആല നല്ല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞാൻ ചർച്ച നബിദിനാഘോഷത്തെക്കുറിച്ച് ആണ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ തയ്യാറായിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ പറയാനാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ചർച്ചക്കിടയിലും നമുക്ക് മീലാദിനെ കുറിച്ചൊക്കെ പറയാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഏതാനും ചില കാര്യങ്ങൾ, ശിർക്കും തൗഹീദുമാണ്. തൗഹീദാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. തൗഹീദും ശിർക്കും എന്ന വിഷയം അതെത്ര പറഞ്ഞാലും അവസാനിപ്പിക്കാൻ കഴിയാത്ത വളരെ ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. സംക്ഷിപ്തമായി നമ്മുടെ പഠനത്തിന് വേണ്ടിയാണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആവർത്തനത്തിന് മുതിരാതെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല കൃത്യമായും വസ്തുനിഷ്ഠമായും ദീനിനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെച്ചത്, അള്ളാഹുവിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അവന്റെ ദാത്തിയാണ് എന്ന സംക്ഷിപ്ത രൂപമാണ്. ആറ്റിക്കുറുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമെല്ലാം
അത് ദാത്തിയാണ്. അൽ വുജൂബു ദാത്തി, അൽ വുജൂദ് ദാത്തി, വൽ ഔസാഫു ദാത്തിയ, വസ്തിഹ്ഖാഖുൽ ഇബാദ ബിൽ ഗിന ദാത്തി. ദീനിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അല്ലാഹു തആലാന്റെ ദാത്ത് അത് ദാത്തിയാണ്. ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ആ സത്ത അത് ദാത്തിയാണ്. ദാത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വയം ആരും ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതല്ല, ആരിൽ നിന്നും നേടിയെടുത്ത വുജൂദ് അല്ല. അവന്റെ വിശേഷണങ്ങൾ മുഴുവനും അങ്ങനെയാണ്. ഒരൊറ്റ വിശേഷണവും അല്ലാഹു തആല മറ്റൊരാളിൽ നിന്ന് നേടിയെടുത്തതല്ല. അങ്ങനെയാണെങ്കിൽ അതെവിടെ നിന്ന് കിട്ടി? ആ ആള് അള്ളാഹുവിന്റെ മേലെയാവുമല്ലോ. അപ്പൊ അല്ലാഹു തആല എന്ന് പറയുന്നത് അവൻ എന്തൊക്കെയുണ്ടോ അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവൻ തന്നെയും അതെല്ലാം ദാത്തിയാണ്. ആരാധിക്കപ്പെടാനുള്ള അർഹത ആ ദാത്തി ആയതുകൊണ്ട് അർഹത അവന് മാത്രമാണ്. അതാണ് തൗഹീദ്. അത് പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴേ ഒരാൾ മുവഹിദാവുള്ളൂ. അല്ലാഹു തആലാക്കുള്ള ഏതെങ്കിലും ഒന്ന് മറ്റൊരിടത്തു നിന്ന് നേടിയെടുത്തതാണെന്ന് വന്നാൽ, അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ, അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ, അങ്ങനെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിനെ പറ്റി സംശയം ജനിച്ചാൽ അവന്റെ തൗഹീദ് ബാത്തിലാണ്, അവന് തൗഹീദ് ഇല്ല. അപ്പൊ അള്ളാഹുവിനുള്ളത് മുഴുവനും ദാത്തിയാണ് എന്ന ഒറ്റ വാക്കിൽ തൗഹീദിന്റെ ആകത്തുക ഉൾക്കൊണ്ടിരിക്കുന്നു. ആ തൗഹീദ് പൊളിയണമെങ്കിൽ അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൽ ദാത്തിയായ നിലക്ക് മറ്റൊരാളിൽ അതിനെ സ്ഥാപിക്കണം. ദാത്തിയായ നിലക്കെന്ന് പറഞ്ഞാൽ സ്വയം ആരിൽ നിന്നും നേടാതെ സ്വന്തമായി അവനിൽ തന്നെ ഉണ്ടായ വിശേഷണം എന്ന നിലയിൽ മറ്റൊരാളിൽ സ്ഥാപിക്കുമ്പോഴാണ് അള്ളാഹുവിന് സമാനമായ ഒരാളെ പകരം സ്ഥാപിക്കൽ. അതാണ് ശിർക്ക്. അതുകൊണ്ടാണ് ശിർക്കിന്റെ നിർവചനം വളരെ കൃത്യമായി തെറ്റാതെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് പറയാൻ കഴിയുന്നത്. തൗഹീദ് ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് സുന്നത്തി ജമാഅത്തിൻ്റെവരല്ലാത്ത മറ്റാർക്കും ശിർക്കിനെ നിർവചിക്കാൻ കഴിയാത്തതും. തൗഹീദ് കൃത്യമായി പഠിക്കാത്ത ഒരാൾക്ക് ശിർക്കിനെ നിർവചിക്കാൻ ഒരിക്കലും കഴിയില്ല. തൗഹീദ് കൃത്യമായി പഠിച്ചാലോ ശിർക്ക് കൃത്യമായ ഒരാൾക്ക് മനസ്സിലാകും. അള്ളാഹുവിനുള്ളതെല്ലാം ദാത്തിയ് എന്ന് പറഞ്ഞാൽ ഒന്നും മറ്റൊരിടത്തു നിന്ന് സമ്പാദിച്ചതല്ല, അവന്റെ സ്വന്തമായ ഉടമസ്ഥതയിൽ അവൻ ഒറ്റക്കുള്ളതാണ്. വേറെ ആർക്കൊക്കെ എന്തുണ്ടായാലും അതെല്ലാം അള്ളാഹുവിൽ നിന്ന് നേടിയതുമാണ്. അള്ളാഹുവിൽ നിന്ന് നേടിയതായി വേറെ എത്ര വലുതാവട്ടെ എത്ര ചെറുതാവട്ടെ മറ്റൊരാൾക്ക് എന്തു തന്നെ ഉണ്ടായാലും അത് അള്ളാഹുവിന് സമാനമാവുന്നില്ല. അതുകൊണ്ട് ശിർക്കിന്റെ നിർവചനം അതിലൂടെ ചേരുകയുമില്ല. അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ പങ്കാളികളായിക്കൊണ്ടെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന ധാരാളം വിശേഷണങ്ങൾ അല്ലാഹു തആല തന്നെ അവന്റെ ഖുർആനിൽ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹ്ക്കുള്ളത് എന്ന് പറയുന്ന അതേപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പലർക്കും അള്ളാഹു തആല വകവെച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് അത് വേർതിരിയുന്ന മാനദണ്ഡം? ഇപ്പറഞ്ഞ മാനദണ്ഡം തന്നെയാണ്. അള്ളാഹു തആലാക്ക് ദാത്തിയാണ്, അള്ളാഹു അല്ലാത്തവർക്കുള്ളതോ ദാത്തിയല്ല, അള്ളാഹുവിനെ അവലംബിച്ചു വന്നതാണ്. അതുകൊണ്ട് ആ മാനദണ്ഡം കൊണ്ട് തന്നെ അത് വേർതിരിയുന്നു. ഈ മാനദണ്ഡം മനസ്സിലാക്കാതിരുന്നാൽ ഒരാൾക്ക് ശിർക്കും മനസ്സിലാവില്ല, തൗഹീദും മനസ്സിലാവില്ല. ഉദാഹരണമായി നിങ്ങൾ നോക്ക്, ഇമാം ബൈളാവി തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു. ഞാൻ ആമുഖമായി ഓതിയ ആയത്ത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുഅ്തൂനസ്സകാത്ത വഹും റാക്കിഊൻ. ഈ ആയത്തിൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണ്, വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത, നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളുമാകുന്നു. ഈ ആയത്ത് പറഞ്ഞിടത്ത് ഇമാം ബൈളാവി പറഞ്ഞു, വഇന്നമാ ഖാല വലിയുക്കും വലം യഖുൽ ഔലിയാഉക്കും. അല്ലാഹു തആല നമ്മുടെ സഹായികളായിട്ട് പറഞ്ഞത് ആരൊക്കെയാ?
ഇന്നമാ വലിയുക്കുമുല്ലാഹു, അള്ളാഹ് നിങ്ങളെ സഹായിക്കുന്നവനാണ്, റസൂലുഹു, അള്ളാന്റെ റസൂല് നിങ്ങളെ സഹായിക്കുന്ന ആളാണ്, വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത, നിസ്കാരവും സക്കാത്തും ഒക്കെ നിലനിർത്തുന്ന മുഅ്മിനീങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന ആളാണ്. ഈ സഹായിക്കുന്ന ഒരുപാട് ആളുകളെ പറഞ്ഞപ്പോ വലിയ എന്ന ഏകവചനം പറഞ്ഞു. നിങ്ങളെ സഹായിക്കുന്ന ഒരുവൻ എന്നാണല്ലോ അതിനർത്ഥം. ഇവിടെ ഇമാം ബൈളാവി തങ്ങൾ പറയുന്നു, വലം യക്കുൽ ഔലിയാവുക്കും, നിങ്ങളെ സഹായികൾ എന്ന് അള്ളാഹു പറഞ്ഞില്ല, നിങ്ങളെ സഹായിക്കുന്നവൻ എന്ന് അള്ളാഹു പറഞ്ഞു. സഹായിക്കുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളെ എണ്ണി. അള്ളാഹു അതിൽപ്പെട്ടു, റസൂലുള്ളാഹി തങ്ങൾ പെട്ടു, മുഅ്മിനീങ്ങൾ ഒരുപാട് ആളുകൾ പെട്ടു. ആ മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങളായ മരിച്ചുപോയ ആളുകളുടെ അർവാഹുകളാണെന്ന് തഫ്സീർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നിങ്ങളെ സഹായിക്കുന്നവരാണ് എന്ന് പറഞ്ഞിടത്ത് വലിയ എന്ന ഏകവചനം ഉപയോഗിച്ചതിന്റെ കാരണം ഇമാം ബൈളാവി തങ്ങൾ പറഞ്ഞതിൽ തംബീഹി അലാ അന്നൽ വിലായത ലില്ലാഹി സുബ്ഹാനഹു വ തആല അലൽ അസാല വലി റസൂലിഹി വലിൽ മുഅ്മിനീന അലൽ തബഈ. ഏത് പ്രവർത്തനത്തിന്റെയും, സഹായം ഉൾപ്പെടെയുള്ള ഏതൊരു പ്രവർത്തനത്തിന്റെയും ഒറിജിനൽ ഉടമസ്ഥൻ, അടിസ്ഥാനപരമായ ഉടമാവകാശത്തിൽ അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാത്ത ഏതൊരാളും എന്തു തന്നെ ചെയ്താലും, നിങ്ങളെ സഹായിച്ചാലും, നിങ്ങളെ രോഗം ശിഫയാക്കിയാലും, നിങ്ങൾ വിളിച്ചപ്പോൾ ഉത്തരം ചെയ്താലും, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്താലും, ഗൈബിയായ ഭാഗത്തിലൂടെ നിങ്ങളെ രഹസ്യങ്ങൾ അറിഞ്ഞാലും, എന്തു പ്രവർത്തനം ചെയ്താലും അതിൻ്റെയൊക്കെ ഒറിജിനൽ ഉടമസ്ഥൻ ഒരാൾ മാത്രമുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് ഒരുപാട് ആളുകളെ സഹായികളായി പരിചയപ്പെടുത്തിയിടത്ത് വലിയുക്കും എന്ന ഏകവചനം ഉപയോഗിച്ചത്. ഒറിജിനൽ ഒരാളെ ഉള്ളൂ എന്നും അത് അള്ളാഹു മാത്രമാണെന്നും അള്ളാഹു അല്ലാത്ത മറ്റാരും ഒറിജിനൽ അത് ഉടമസ്ഥപ്പെടുത്തിയവൻ ഇല്ല. പിന്നെയോ അള്ളാഹുവിൽ നിന്ന് നേടിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു സഹായിച്ച ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അത് ചെയ്യാം. ഈ യാഥാർത്ഥ്യം സൂചിപ്പിക്കാനാണ് ഇങ്ങനെ പ്രയോഗിച്ചതെന്ന് ഇമാം ബൈളാവി തങ്ങൾ ആ ആയത്തിന്റെ തഫ്സീർ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ബൈളാവിയുടെ 2-ാം വാള്യത്തിന്റെ 156-ാമത്തെ പേജിലാണ് എൻ്റെ കയ്യിലുള്ള കോപ്പിയിൽ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ലാത്തിയായ, അതായത് എല്ലാ നന്മകളുടെയും എല്ലാ തിന്മകളുടെയും ഉടമസ്ഥൻ, നമ്മളെ വിശ്വാസ കാര്യങ്ങൾ ഖൈറും ശിർറും മുഴുവൻ അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ ഈമാൻ കാര്യം എണ്ണിയിട്ടുണ്ടല്ലോ. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്ന് പറഞ്ഞെടുത്ത് എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഉടമസ്ഥത അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ മശീയത്തനുസരിച്ച്, അവൻ്റെ ഇറാദത്തനുസരിച്ച് മാത്രം അവനിൽ നിന്ന് ലഭിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. ആ ലഭിക്കുന്നതിന് അതിരുവരമ്പുകളില്ല. അള്ളാഹു തആല അതിരുവരമ്പില്ലാതെ കൊടുക്കുന്നവനാണ്. ആ കൊടുക്കുന്നതിലൊക്കെ അള്ളാഹു തആലക്ക് ഹിക്മത്തുണ്ടാകും. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഇബ്ലീസ് എന്ന് പറയുന്ന ആ വ്യക്തി, അത് ശൈത്താന്മാരെ കൂട്ടത്തിൽ ഒരു പ്രത്യേക വ്യക്തിക്കാണ് ഉള്ള പേരാ ഇബ്ലീസ്. ഇബ്ലീസ് എന്ന ആ ഒരു മെമ്പർ ഖിയാമത്ത് നാൾ വരെ ആയുഷ്കാലം നേടിയ ആളാണ്. അള്ളാഹു തആല കൊടുത്തിട്ടല്ലേ. അള്ളാഹു തആല ഏറ്റവും വെറുക്കപ്പെട്ട അള്ളാഹുവിന്റെ ശത്രുവിനാണ് നമ്മളൊക്കെ അള്ളാഹിനോട് ദീർഘായുസ് തരണേ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആ സംഗതി കൊടുത്തത്. എന്ന് വെച്ച് അള്ളാഹു തആല അവന്റെ മുഅ്മിനീങ്ങളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ആയ ആളുകൾക്കൊന്നും അത്ര ആയുഷ്കാലം കൊടുത്തില്ലല്ലോ. അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആ ആയുഷ്കാലം ഉപയോഗിക്കുന്നത് അത് അവന്റെ സ്വന്തമായ കഴിവല്ല, അല്ലാഹു തആല കൊടുത്ത കഴിവാണത്. ഇബ്ലീസിന് അതുപോലെ മനുഷ്യരിൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട്. മനുഷ്യന്റെ രക്തക്കുഴലിലൂടെ സഞ്ചരിക്കാൻ, രോമകൂപങ്ങളിലൂടെ ശരീരത്തിന്റെ അകത്ത് കയറാൻ, മനുഷ്യന്റെ മനസ്സിലുള്ള വിചാരങ്ങളെ അറിയാൻ, കണ്ടറിയാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനൊക്കെയുള്ള കഴിവുണ്ട്. ആ കഴിവൊക്കെ അള്ളാഹു കൊടുത്തത് കൊണ്ടുണ്ടായതാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കഴിവ് നമുക്ക് സാധാരണഗതിയിൽ അള്ളാഹു തആല തന്നിട്ടില്ല. എന്നാലോ ഈ ഇബ്ലീസ് പോലും പരാജയപ്പെടുന്ന വിധത്തിൽ മനുഷ്യന്റെ രക്തകൂപങ്ങളിലൂടെ
സഞ്ചരിക്കാൻ, രോമകൂപങ്ങളിലൂടെ സഞ്ചരിക്കാനും രക്തക്കുഴലിലൂടെ ഉള്ളിൽ പ്രവേശിക്കാനും മനസ്സിന്റെ ഉള്ളിൽ വിചാരിച്ച സംഗതികൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാനുമുള്ള കഴിവ് അള്ളാഹുവിൽ നിന്ന് നേടിയ ഇബ്ലീസ്, ആ ഇബ്ലീസ് പരാജയം സമ്മതിക്കുന്നു അള്ളാഹു ആദരിച്ച മഹാന്മാരെ മുമ്പിൽ. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഞാൻ വഴിപഴപ്പിക്കുമെന്ന് പറഞ്ഞിടത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ നിഷ്കളങ്കരായ മുഖ്ലിസീങ്ങളായ അടിമകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും എൻ്റെ വശത്താക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോ ആ മുഖ്ലിസീങ്ങളായ ആളുകളെ കുറച്ചുപേരെ അള്ളാഹ്ക്കും ഇരിക്കട്ടെ എന്ന നല്ല വിചാരം ഇബ്ലീസിനുണ്ടായതല്ല. മറിച്ചോ ആ മുഖ്ലിസീങ്ങളായ ആളുകളടുത്തേക്ക് അള്ളാഹു ഇബ്ലീസിന് കൊടുത്ത ഇത്തരം കഴിവുകളൊക്കെ പ്രയോഗിച്ചാലും ആ മഹാന്മാരെ കീഴടക്കാൻ ഇബ്ലീസിന് കഴിയില്ല എന്ന പരാജയം സമ്മതിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹു അവന്റെ മഹാന്മാർക്ക് ഇബ്ലീസിന് എന്തൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ടോ ആ ഇബ്ലീസിനെ പോലും പരാജയപ്പെടുത്താൻ പറ്റുന്ന വലിയ വലിയ അതിനപ്പുറത്തുള്ള കഴിവുകൾ കൊടുത്ത് അനുഗ്രഹീതമായവരാണ് അള്ളാഹുവിന്റെ മുഖർറബീങ്ങളായ ആളുകൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ നാം വിശദീകരിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് മാത്രമേ ദാത്തിയായ നിലക്ക് മുഴുവനുള്ളൂ. ഇതാണ് തൗഹീദിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയാൽ ദാത്തിയായ നിലക്കല്ലാതെ എത്ര വലിയ സംഗതിയും മറ്റൊരാൾക്കുണ്ടായി എന്ന് പറയുന്നത് തൗഹീദിനെതിരല്ല, അത് ശിർക്കാവുകയും ഇല്ല. ഇത് മുസ്ലിങ്ങൾ എല്ലാവരും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കി ഇനി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ എത്ര സംഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇനി നിങ്ങൾ നോക്ക്, മരിച്ചവരെ ജീവിപ്പിക്കുക, ഇത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീൻ നമ്മൾ ഓതാറില്ലേ, മൻ യുഹീൽ ഇദാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശാഹാ അവ്വല മറ. സൂറത്ത് യാസീനിലാണ് അല്ലാഹു തആല അത് പറഞ്ഞത്. ആരാണ് മരിച്ചുപോയ നുരുമ്പിപ്പോയ എല്ലുകളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? ആരാണ്? നുരുമ്പി നശിച്ച എല്ലുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവൻ ആരാണ്? ഖുൽ, നിങ്ങൾ പറയണം, യുഹീഹ അല്ലദീ അൻശാഹാ അവ്വല മറ. ആദ്യ തവണ അതിനുണ്ടാക്കിയ പടച്ചവൻ ആരാണോ അവൻ തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ചവൻ അത് ചെയ്യുന്നത് അവന്റെ സ്വന്തമായ കഴിവ് കൊണ്ടാണെന്ന. അപ്പൊ മൻയുഹയില്ലാമ എന്ന ചോദ്യത്തിലുള്ളതും അങ്ങനെയാണ്. സ്വന്തമായ കഴിവ് കൊണ്ട് ആരാണ് മരിച്ചവനെ ജീവിപ്പിക്കുക എന്നാണ് ചോദ്യം തന്നെ. മൻയുഹയില്ലാമോ ഹിറമീം, മരിച്ചുപോയ നുരുമ്പിപ്പോയ എല്ലുകളെ രണ്ടാമത് ജീവനുള്ള വസ്തുവാക്കി തിരിച്ചു കൊണ്ടുവരുന്നവൻ, സ്വന്തം കഴിവ് കൊണ്ടത് ചെയ്യുന്നവൻ ആരാകുന്നു എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം തന്നെ. അതിന്റെ മറുപടിയാണ് യുഹീഹ, സ്വന്തം കഴിവ് കൊണ്ടതിനെ തിരിച്ചു കൊണ്ടുവരുന്നവൻ. അല്ലദീ അൻശാഹ, സ്വന്തം കഴിവ് കൊണ്ട് ആദ്യം ഉണ്ടാക്കിയ ആള് തന്നെയാണ്. ഇത് പറയുമ്പോ ആ വിശേഷണം അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അതുപോലെ രോഗം ശിഫയാക്കൽ, ഏത് രോഗവും ഏത് മാറാവ്യാധിയും എത്ര മാരകമായ രോഗമാവട്ടെ ഒരൗഷധവുമില്ലാതെ ഒരു ഉപകരണവുമില്ലാതെ ഒരു കാരണങ്ങളുമില്ലാതെ ശിഫയാക്കുന്നവനാണ് അള്ളാഹു. സാധാരണക്കാരായ നമുക്കൊക്കെ രോഗം വന്നാൽ ഡോക്ടറെ സമീപിക്കും. ഡോക്ടറെ സമീപിക്കൽ ഒരു കാരണമാണ്. വൈദ്യരെ സമീപിക്കും, വൈദ്യരെ സമീപിക്കൽ കാരണമാണ്. അല്ലെങ്കിൽ ഉസ്താദുമാരെ സമീപിക്കും, മന്ത്രിച്ചൂതാനോ നൂല് കെട്ടാനോ ഹൈക്കല് കെട്ടാനോ പിഞ്ഞാണം ഊതി കുടിക്കാനോ തുടങ്ങിയ ആത്മീയ മാർഗങ്ങൾ, അതൊക്കെ ഭൗതിക തലത്തിൽ ഒരാൾക്ക് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിലൂടെ ആ രോഗം ശിഫയാക്കിയാൽ ഈ മരുന്നിന് അല്ലെങ്കിൽ ആ ആത്മീയമായ മന്ത്രത്തിന് രോഗത്തെ ശിഫയാക്കാനുള്ള കഴിവിനെ അള്ളാഹു കൊടുത്തതുകൊണ്ട് ആ രോഗം ശിഫയായാലും അവിടെ ഒറിജിനൽ ശിഫയാക്കിയ ആൾ അള്ളാഹുവാണ്. ഔഷധങ്ങളോ അതതിൻ്റെ സബബായിക്കൊണ്ട് മാത്രം രോഗം ശിഫയാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ മരുന്ന് തന്ന ഡോക്ടർ, ചികിത്സാരി, അല്ലെങ്കിൽ ആ ആത്മീയ വേല ചെയ്ത് തന്ന ഉസ്താദ് രോഗം മാറ്റിത്തന്നു നമുക്ക് പറയാം. അത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടല്ല. എന്നാൽ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ സ്വന്തമായ കഴിവ് കൊണ്ട് എന്റെ രോഗം ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയാറുണ്ട്. രോഗം ശിഫയാക്കാൻ ഒരുപാട് മാർഗങ്ങളാണ്. എന്റെ ഒന്നരായ ഉസ്താദ് മർഹൂം എ.കെ. അസം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സോക്കടായ ഒരു ചികിത്സയും ചെയ്യൂലായിരുന്നു. ചികിത്സ ചെയ്യേയില്ല.
അവസാനം മൂപ്പര് വഫാത്തായ രോഗത്തിൽ, ആ രോഗത്തിൽ മാത്രം AP ഉസ്താദിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഡോക്ടറെ കാണാനും ആശുപത്രിയിൽ പോകാനും ഒക്കെ ഉസ്താദ് മുതിർന്നത്. ഞങ്ങൾക്കൊക്കെ അന്ന് കൂടെ നടക്കുന്ന കാലമായതുകൊണ്ട് വ്യക്തമായി അറിയാം. ആ ഡോക്ടറുടെ മരുന്ന് കുടിപ്പിക്കാൻ നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, നിങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ വിഷമം തോന്നുന്നുണ്ട്, ചുമ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഡോക്ടറെ സമീപിക്കണമെന്ന് ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ട്, AP ഉസ്താദ് പറഞ്ഞിട്ട് ഒരിക്കൽ മുഷാവറ കഴിഞ്ഞപ്പോൾ നിർബന്ധിച്ച് പിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാണ് ഡോക്ടർ മമ്മിയെ ആദ്യമായി കാണിച്ച് ഉസ്താദ് ഭൗതിക രൂപത്തിലുള്ള ഡോക്ടർമാരെ ചികിത്സ തുടങ്ങിയിട്ടുള്ളത്. അതേസമയം ആ രോഗത്തിലെ 3 മാസത്തിന് 4 മാസത്തിന് ഉസ്താദ് വഫാത്താവുകയും ചെയ്തു. അള്ളാഹു ആഖിറം നന്നാക്കി കൊടുക്കട്ടെ. അവിടുന്ന് കാണിച്ച പാതയിൽ അള്ളാഹു നമ്മെ വഴി നടത്തുകയും ചെയ്യുമാറാവട്ടെ. എന്നാൽ ആ ഉസ്താദ് 5-6 വർഷം കൂടെ ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോ എത്രയോ തവണ പനി പോലുള്ള രോഗങ്ങൾ വന്നാൽ, ചുമ, തൊണ്ടവേദന പോലുള്ള രോഗങ്ങൾ വന്നാൽ എന്നാലും വയലിന് പോകും, ദർസും നടത്തും. ഒരു രോഗത്തിന്റെ പേരിലും ദർസ് നിർത്തൂല. ചില കാലത്തൊക്കെ വയല് പരിപാടികൾ കുറവായിരിക്കാം. എന്നാൽ അങ്ങനത്തെ കാലഘട്ടങ്ങളിൽ അസുഖം വന്നാൽ ഉസ്താദ് മരുന്ന് കുടിക്കൂല. എന്നിട്ട് ഉസ്താദ് പറയൂടാ, ഒരു വഹാബിയെ ചീത്ത പറയാൻ കിട്ടിയെങ്കിൽ രോഗം സുഖമാകുമായിരുന്നു, ഒരു വഹാബിയെ ചീത്ത പറയാൻ കിട്ടിയെങ്കിൽ ഈ രോഗം മാറിക്കിട്ടിയിരുന്നു. ഉസ്താദ്, ഞാൻ അങ്ങനെ പറയൽ ഉസ്താദിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എവിടെയെങ്കിലും ഒരു വയറ് കിട്ടിയാൽ ഉസ്താദ് അന്ന് ആ പ്രസംഗം മുഴുവനും ബിദ്അത്തുകാരന്റെ തെറ്റായ ആശയങ്ങളെ എതിർക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ഹയാത്താക്കി അതിനെ നിലനിർത്തുക എന്ന നിയ്യത്ത് തന്റെ രോഗം ശിഫയാകാൻ താൻ ചെയ്യുന്നൊരു അമലായി മനസ്സിൽ കരുതുമ്പോ ആ ഒരു വയലുകൊണ്ട് ഉസ്താദിന്റെ രോഗം മാറാറുണ്ട്. എത്രയോ തവണ നമുക്കറിയാം. ഒരു വയലും പരിപാടിയും കിട്ടിയില്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം നീച്ചു നിന്നിട്ട് ഈ നിയ്യത്തിൽ ഉസ്താദ് വയല് പറയും. വയല് പറഞ്ഞിട്ട് വിദേഹത്തുകാരനെതിരിൽ വയല് പറയും. ആ വയല് കൊണ്ട് രോഗം ശിഫയായത് വന്നരായ ഉസ്താദ് എത്രയോ തവണ. ഇവിടെ ഉസ്താദ് വിശ്വസിക്കുന്നത് എന്താണ്? ഈ വയല് എന്റെ രോഗം ശിഫയാക്കിയെന്നല്ലോ. ആ സുന്നത്തി ജമാഅത്തിന് വേണ്ടി നടത്തിയ ആ ഒരു നസീഹത്ത്, ആ നസീഹത്ത് ഒരു ഭൗതിക കാരണമാണ്. ആ കാരണം മുഖേന അള്ളാഹു രോഗം ശിഫയാക്കിയെന്ന് തന്നെയാണ്. അപ്പൊ അള്ളാഹു ഇദാ മരിദ്തു യശ്ഫീൻ എന്ന് പറഞ്ഞാൽ ലാത്തിയായ സ്വന്തമായ കഴിവുകൊണ്ട് രോഗം ശിഫയാക്കുന്നവൻ. അതിന് അള്ളാഹു താലാക്കി കാരണങ്ങളൊന്നും വേണ്ട, ഒരു മരുന്നും വേണ്ട, ഒരു ഭൗതിക മാധ്യമങ്ങളും വേണ്ട, ആരും മന്ത്രിച്ചു എന്നണ്ട. ഔലിയാക്കന്മാരുടെ സ്വഭാവം പറഞ്ഞെടുത്ത് കാണാം. പരിശുദ്ധ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ തവക്കുലിന്റെ പാരമ്യത സ്വീകരിച്ചിട്ടുള്ള ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ അവരെ പരിചയപ്പെടുത്തിയത് ലാ യതദാവൂന വലാ യസ്തർഖൂന, അവരാരെയും മന്ത്രിപ്പിക്കാൻ പോകൂല, അവരാരടുത്തും ചികിത്സ തേടിയും പോകൂല. വലാ റബ്ബിഹിം യതവക്കലൂൻ, എന്ത് രോഗം വന്നാലും അവർ അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുലാക്കും. ആ തവക്കുലിന് വേണ്ടി ഉള്ള മനക്കരുത്തും ഹിമ്മത്തും അവർക്കുണ്ടാവുമ്പോ ഭൗതിക മാർഗത്തിലെ ഒരു ചികിത്സാ വഴിയും തേടി അവരാരും പോകില്ല. ആ ഒരു മാനസിക അവസ്ഥ പൂർണമായ തവക്കുലിന്റെ ദർജയിലേക്ക് എത്തുന്നത് റാത്തിയായ ഷാഫി, രോഗം ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. ഭൗതികമായ കാരണങ്ങളെ അവലംബിക്കാതെ തന്നെ സ്വന്തമായ കഴിവുകൊണ്ട് അള്ളാഹുവിന് രോഗം ശിഫയാക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിന്റെ തവക്കുലിന്റെ പാരമ്യത നേടിയ ഔലിയാക്കന്മാരെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണത്. അപ്പൊ ഞാൻ പറഞ്ഞത്, രോഗം ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ് സ്വന്തമായ കഴിവുകൊണ്ട്. ഇൽമുൽ ഗൈബ് ഇന്ന് വിവാദത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ, അതിലേതെടുത്തു നോക്കിയാലും ഇതൊക്കെ ശിർക്ക് ആരോപണത്തിന് വിധേയമായ കാര്യങ്ങൾ എന്ന നിലയിൽ ഞാൻ ഓരോ ഉദാഹരണങ്ങൾ എടുത്തതാണ്. അതിൽപ്പെട്ടതാണ് മരിച്ചവരെ ജീവിപ്പിക്കൽ, രോഗം ശിഫയാക്കൽ, ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കൽ. ഇതൊക്കെ പടച്ച തമ്പുരാൻ ആലിമുൽ ഗൈബി വശഹാദ, ആലിമുൽ ഗൈബി വശഹാദ എന്ന് അല്ലാഹു തആല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സ്വന്തമായ കഴിവുകൊണ്ട്, ആരിൽ നിന്നും നേടിയെടുക്കാത്ത ദാത്തിയായ കഴിവുകൊണ്ട് ഏത് ഗൈബിനെയും ഏത് പരസ്യത്തെയും ഏത് രഹസ്യത്തെയും അറിയുക. ഈ അവസ്ഥ അള്ളാഹുവിന്റെ സ്വന്തമാണ്. എന്നാൽ അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് ഗൈബിയായ കാര്യങ്ങൾ അതറിയുന്നതിന്, ഇബ്ലീസ് വരെ അറിയുന്നതിന് ഇവിടെ തടസ്സമില്ലല്ലോ.
പിന്നെ അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾ അത് അറിയുന്നതിന് അതെന്തിനാണ് ഈ ശിർക്കിന്റെ കൂട്ടത്തിൽപ്പെടുന്നത്? തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയ ആളുകൾക്കാണ് ആ അബദ്ധം പറ്റുന്നതെന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ ഖാലിഖ്, സൃഷ്ടിക്കുന്ന ആൾ, എന്തിനേയും സൃഷ്ടിക്കുന്ന ഒറിജിനൽ സൃഷ്ടാവ് അല്ലാഹു തആല തന്നെയാണ്. എന്നാൽ ഒരു കാര്യത്തെ സൃഷ്ടിക്കാൻ അല്ലാഹു തആല മറ്റൊരാൾക്ക് കഴിവ് കൊടുത്താൽ അയാൾക്ക് സൃഷ്ടിക്കാം. ഇതെല്ലാം അള്ളാഹുവിന്റെ സ്വന്തമായ കഴിവായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കെ ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതല്ലേ? എല്ലാത്തിനെയും പടച്ചവൻ അള്ളാഹുവാൻ. ആലിമുൽ ഗൈബി വശഹാദ, ഗൈബ് അറിയുന്നവൻ അള്ളാഹുവാൻ, അവൻ പറഞ്ഞതാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ ശിഫയാക്കുന്നവൻ അള്ളാഹുവാൻ. ഖുൽ യുഹീഹ അല്ലദീ അൻശാഹാ അവ്വല മർറ, മരിച്ചതിനെ ജീവിപ്പിക്കുന്നത് ആദ്യമുണ്ടാക്കിയ അള്ളാഹു തന്നെയാണ്. അപ്പൊ ഇതൊക്കെ അല്ലാഹു തആല അവനിലേക്ക് ചേർത്തിയത് ദാത്തിയായ നിലക്ക് സ്വന്തമായ കഴിവ് കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നവൻ അല്ലാഹു ആണെന്നാണ്. എന്നാൽ ഇതേ മുഴുവൻ കാര്യങ്ങളും ഇനി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അല്ലാഹു തആല പറഞ്ഞു നമുക്ക് കാണാമല്ലോ. അന്നീ ഖദ് ജീതുക്കും ബി ആയത്തിൻ അന്നീ യഖ്ലുഖു ലക്കും മിനത് തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലആയത്തുൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞിട്ടുള്ള ഈ ആയത്തിൽ അള്ളാഹു നേരത്തെ അവനാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഈസാ നബി അലൈഹിസ്സലാം ഇതാ ഇവിടെ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ ഈസാ നബി അലൈഹിസ്സലാം ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തം കഴിവിലാണെന്ന്? ഒരിക്കലും അങ്ങനെ ആരും വിശ്വസിച്ചിട്ടില്ല. ഇനി അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി, പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പടക്കുമെന്നാണല്ലോ. അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി, കളിമണ്ണുകൊണ്ട് ഞാൻ ഉണ്ടാക്കും. കഹൈഅത്തി ത്വയ്രി, പക്ഷിയുടെ രൂപം ഞാൻ സൃഷ്ടിക്കും. എന്നിട്ടോ ഫഅൻഫുഖു ഫീഹി, ഞാൻ അതിലൂതും. ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അല്ലാഹു എനിക്ക് നൽകിയ അനുമതി പ്രകാരം അതൊരു പക്ഷിയായി പറക്കും. അല്ലാഹു നൽകിയ അനുമതി പ്രകാരമെന്ന് ഈസാ നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞു. എന്നാൽ ഏതൊരു വലിയും ഏതൊരു മഹാനും എന്തൊക്കെ ചെയ്യുന്നോ അവിടെയൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. അള്ളാഹു നൽകിയ അനുമതി കൊണ്ടാണ്. അത് അഭൗതികം മാത്രമല്ല, ഭൗതികം അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരാൾക്ക് 1000 റുപ്യ കടം കൊടുത്താൽ അത് എൻ്റെ സ്വന്തം കഴിവാണോ? അവിടെയും ഇതിനില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അഖ്ലുഖു ലക്കും ഇതിനില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ? എന്താണ് അവിടുത്തെ വ്യത്യാസം? 1000 റുപ്യ കടം ചോദിച്ച ഒരാള് 1000 റുപ്യ ഞാൻ അയാൾക്ക് കടം കൊടുത്തു, അത് എൻ്റെ കഴിവാണോ? അവിടെ എനിക്ക് പറഞ്ഞൂടെ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല ഞാൻ തരാം. ഈ ബിഇദ്നില്ല ഞാൻ തരാം എന്ന് പറഞ്ഞതും ബിഇദ്നില്ല ഞാൻ പറിച്ചു തരാം, കളിമണ്ണുണ്ടാക്കി പക്ഷിക്കോലത്തിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെ പക്ഷിയാക്കി പറപ്പിക്കാം ബിഇദ്നില്ല എന്ന് പറഞ്ഞതും ഒരേ ഉദ്ദേശത്തിലാ രണ്ടും. കാരണം പക്ഷിക്കോലമുണ്ടാക്കി അതിൽ ഊതിയിട്ട് പറപ്പിക്കൽ അള്ളാഹ് കഴിവ് കൊടുത്താൽ ആ കഴിവ് കിട്ടിയ വ്യക്തിക്കത് കഴിയും. അത് എനിക്ക് 1000 റുപ്യ ഒരാൾക്ക് കടം കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു തന്നെങ്കിൽ ആ തന്ന കഴിവ് പോലെ തന്നെയാണ്. 1000 റുപ്യ എൻ്റെ കയ്യിൽ ഇല്ലാത്ത എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരാളെ സഹായിക്കാൻ കഴിയില്ല, സാധ്യമേ അല്ല. അള്ളാഹു തആല തരണം അതിനുള്ള കഴിവ്. ആ കഴിവ് ഭൗതിക കാര്യത്തിലാവുമ്പോഴും ആ കഴിവ് അള്ളാഹു തന്നു തന്നെയാണ്. അവിടെ എനിക്ക് ഇതിനില്ല എന്ന് പറയാം. അവിടെ ആരെങ്കിലും വിശ്വസിക്കോ? അവിടെ എൻ്റെ കഴിവ് കൊണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ സമുദായത്തിലുണ്ടോ? 1000 റുപ്യ കടം കൊടുക്കാം, അത് എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് അവിടെ ഒരാൾക്ക് ബിദിനില്ല എന്ന് പറഞ്ഞുകൂടെ? ഇത് ബിദിനില്ല എന്നല്ലേ പറയേണ്ടത്? പറയുകയാണെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ആ പറഞ്ഞതുകൊണ്ട് തന്നെ അവന് തൗഹീദ് പൊളിച്ചുപോയില്ലേ? എൻ്റെ കഴിവ് കൊണ്ടെന്ന് പറഞ്ഞത് സ്വന്തമായ കഴിവാണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ അയാൾ തൗഹീദിൽ നിന്ന് പുറത്തുപോയില്ലേ? അപ്പോ ഭൗതികം അഭൗതികം എന്നൊരു വ്യത്യാസമല്ല അള്ളാഹുവിന്റെ കഴിവിലേക്ക് ചേർത്തുമ്പോ. ഇന്നി അഖ്ലുഖു ലക്കും മിനത് തീനി അന്നി അഖ്ലുഖു ലക്കും മിനത് തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, ഞാൻ കളിമണ്ണുകൊണ്ട് പക്ഷിക്കോലമുണ്ടാക്കി അതിൽ ഊതിയാൽ ഞാൻ ആ പക്ഷിയായി അത് പറക്കും. അങ്ങനെ ഞാൻ സൃഷ്ടിക്കുമെന്ന വാക്കാണ് ഈസാ നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞിട്ടുള്ളത്. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, പ്രസവത്തിൽ ജന്മനാ ഉണ്ടാകുന്ന കുരുട്
അതുപോലെ വെള്ളപ്പാണ്ട് പോലത്തെ മാറാവ്യാധി രോഗം അന്ധനെയും അതുപോലെ വെള്ളപ്പാണ്ട് രോഗിയെയും ഞാൻ സുഖപ്പെടുത്തി തരാം. ലോകത്ത് ചികിത്സയില്ലാത്ത ജന്മനാ കണ്ണുപൊട്ടനായി ജനിച്ച ആൾക്ക് കണ്ണിന്റെ കാഴ്ച കൊടുക്കുക എന്നത്, അതുപോലെ വെള്ളപ്പാണ്ട് രോഗം മാറ്റുക എന്നത് ഭൗതികമായ ഒരു ചികിത്സാമുറ. ആ രണ്ട് കാര്യങ്ങൾക്ക് ഇനിയൊരിക്കൽ കണ്ടുപിടിക്കപ്പെട്ടാൽ തന്നെയും അത് ആ ഭൗതികമായ പുതിയ മാർഗത്തിന് അള്ളാഹു നൽകിയ കഴിവാണ്. ഏതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിന് മുഅ്ജിസത്തിന്റെ വഴിയിലൂടെ അള്ളാഹു ഇവിടെ നൽകിയ കഴിവ് പോലെ അവിടെയും ആ മരുന്നും ഇതിനില്ലായി കൊണ്ടാണ് ഈ രോഗത്തെ മാറ്റിയത്. ആ മരുന്നിന്റെ അതേ എഫക്റ്റാണ് ഈസാ നബി അലൈഹി സ്വലാം ഇതിനില്ല അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇതിനില്ല മരിച്ച ആളുകളെ ഞാൻ ജീവിപ്പിക്കും. അള്ളാഹു എനിക്ക് നൽകിയ ആ കഴിവ് കൊണ്ട് ഞാനത് ചെയ്യും. ഇത് അഭൗതികമായിടത്തും ഭൗതികമായിടത്തും അങ്ങനെ തന്നെയാണെന്നതിൽ ഒരു തർക്കവും ഇസ്ലാമിക ലോകത്ത് ആരും തർക്കിക്കേണ്ടതില്ല. തർക്കിച്ചാൽ അർത്ഥശൂന്യമായ തർക്കമാണെന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ ഞാൻ നിങ്ങൾ ഇന്ന് എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ ബാക്കിയുണ്ട്, ഓരോരുത്തരും ഇന്ന് കഴിച്ച ഭക്ഷണം, ഓരോരുത്തരും രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു. ഭക്ഷണം കഴിച്ചത് എന്നത് കേവല ഉദാഹരണമാണ്. നമുക്കതിൽ നിന്ന് വായിക്കാം. നിങ്ങളെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ എന്തൊക്കെയുണ്ട്, ഓരോരുത്തരുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ട്, അത് പറയാൻ എനിക്ക് പറ്റും എന്ന് ഒരു മഹാനായ വ്യക്തി പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ ഉദ്ദേശമുണ്ട്, നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ സൂക്ഷിച്ചു ബാക്കിയുണ്ടെന്നത് എനിക്കറിയാം എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ലല്ലോ. അള്ളാഹു കഴിവ് കൊടുത്തല്ലോ അങ്ങനെ ചെയ്യാൻ. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ഇതുപോലുള്ള കഴിവ് വേറൊരാൾക്ക് ഇനി കൊടുക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് കണക്കില്ലാതെ കൊടുക്കുമെന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, അവർ എന്നെ മുൻനിർത്തി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതേപോലെ നടപ്പാക്കി കൊടുക്കുമെന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞത് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഖുദ്സിയായ ഹദീസ്. അപ്പോ ഗൈബിയായ കാര്യങ്ങൾ കൊണ്ട് പറയുന്ന ഇത് ഒറിജിനൽ നേരത്തെ പറഞ്ഞു ആലിമുൽ ഗൈബി വശഹാദ, ഗൈബും ഷഹാദയും ദൃശ്യവും അദൃശ്യവും മറഞ്ഞതും മറയാത്തതുമൊക്കെ അറിയുന്നവൻ അത് അള്ളാഹുവാണ്. മറഞ്ഞതും മറയാത്തതും അറിയുന്നവൻ, അവിടെ തന്നെ ആ വാക്കിൽ തന്നെ അതിന് തെളിവുണ്ട്. മറഞ്ഞത് അറിയുന്നവെന്ന് മാത്രമല്ലല്ലോ അള്ള പറഞ്ഞത്, മറയാത്തത് അറിയുന്നവെന്ന് അള്ള പറഞ്ഞ. മറയാത്തതെന്ന് പറഞ്ഞാൽ അത് ആദ്യമല്ല നമുക്കൊക്കെ അറിയണമെന്നല്ലേ സഹോദരന്മാരെ എൻ്റെ അർത്ഥം. അത് അള്ള അറിയും, മറയാത്തത് അള്ളാഹു തആല അറിയും. മറയാത്തത് നമ്മളും അറിയുന്നു, അവിടെ ആർക്കും തർക്കമില്ലല്ലോ. ഈ മറയാത്തതും അള്ള അറിയുന്നത് അവന്റെ സ്വന്തം കൈകൊണ്ടാണ്. ഭൗതിക കാര്യങ്ങൾ അഭൗതികമെന്നാണ് ഷഹാദത്തിനർത്ഥം. ഗൈബ് എന്ന് പറഞ്ഞാൽ അഭൗതികമെന്നാണ് ഗൈബിനർത്ഥം, അദൃശ്യമെന്ന്. ഷഹാദ എന്ന് പറഞ്ഞാൽ ദൃശ്യമെന്നാണ്, അതായത് ഭൗതികമായ മാധ്യമങ്ങൾ കൊണ്ട് ഈ വ്യക്തമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, തൊട്ടാൽ അറിയാൻ കഴിയുന്നത്, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് ഷഹാദ എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹു അറിയുമെന്ന് അള്ള പറഞ്ഞല്ലോ, അത് നമ്മളും അറിയുന്നുണ്ടല്ലോ. നമ്മൾ അറിയുന്നത് അള്ളാഹു തആല തന്ന കഴിവ് കൊണ്ട് തന്നെയാണ്. അള്ളാഹു അറിയുന്നതോ ഈ ഭൗതികത്തെ, അത് അള്ളാഹു. അപ്പൊ ഞാൻ ഈ പറയുന്നത് അള്ള കേൾക്കുന്നുണ്ട്, എൻ്റെ ഈ പ്രസംഗം അള്ള കേൾക്കുന്നുണ്ട്. എൻ്റെ ഈ പ്രസംഗം എൻ്റെ സുഹൃത്തുക്കളായ 241 ഐഡികൾ ഇപ്പോൾ ഐഡിയിൽ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട്, റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ട്. അള്ള കേൾക്കുന്ന കേൾവി എങ്ങനെ? ഇതൊരു ഷഹാദയാണ്. ആലിമുൽ ഗൈബി വശഹാദ, ആലിമുൽ ഗൈബി വശഹാദ എന്ന് അള്ളാഹു തആല അള്ളാഹിന്റെ സിഫത്ത് പറഞ്ഞാലേ ഗൈബും ഷഹാദയും അറിയുന്നവൻ. ഇവിടുത്തെ ഷഹാദയെ അള്ളാഹു തആല എങ്ങനെ അറിയുന്നത്? ഷഹാദയെ അള്ളാഹ് അറിയുന്നത് അള്ളാഹു അവന്റെ സ്വന്തമായ കഴിവ് കൊണ്ടാണ്. ഈ ഷഹാദയെ ഞാനും നിങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ എങ്ങനെ അറിയുന്നത്? നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല, അള്ളാഹു തആല തന്നിട്ടുള്ള കഴിവ് കൊണ്ടാണ്. ഇവിടെ തന്നെ അത് രണ്ടായി മനസ്സിലാക്കാനുള്ള മാനദണ്ഡം വളരെ വ്യക്തമാണ്. ഈ മാനദണ്ഡം മനസ്സിലാക്കുമ്പോൾ തൗഹീദിനെ പഠിക്കാനും ശിർക്കിനെ വേർതിരിക്കാനും ഒരാൾക്ക് കഴിഞ്ഞാൽ ശിർക്കല്ലാത്ത കാര്യങ്ങളെ ശിർക്കായി ആരോപിക്കുന്നതിൽ നിന്ന്
നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. ഇങ്ങനെ നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ ഇനി ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അള്ളാഹുവിൻ്റേത് മാത്രമെന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദാത്തിയായ നിലക്കത് മാത്രമെന്നാണ്. അള്ളാഹു അവൻ പ്രത്യേകമായി കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനെ ആശ്രയിച്ചും അവനെ അവലംബിച്ചും മാത്രമാണ് വൈബിയായ മാർഗത്തിലുള്ള കാണൽ, വൈബിയ ദൂരമായ സ്ഥലത്ത് നിന്ന് അറിയൽ. ഒരുപാട് നമുക്കൊക്കെ അറിയാവുന്നത് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ നിന്ന് യാ സാരിയ അൽ ജബൽ, അൽ ജബൽ എന്ന് പറഞ്ഞു. സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ആ വിളി എത്ര ദൂരമാണ്! ആ രണ്ട് രാജ്യം ഒരുപാട് മൈലുകൾ, കാതങ്ങൾക്കപ്പുറത്ത് കടക്കുന്ന നാട്ടിൽ നിന്ന് സാരിയത്ത് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പറഞ്ഞ, മിമ്പറിൽ നിന്ന് പറഞ്ഞ സാരിയ എന്ന വിളി, ആ വിളി മദീനയിലെ മിമ്പറിന്റെ മുമ്പിൽ ജുമുഅക്കിരിക്കുന്ന ആയിരങ്ങളായ സഹാബികൾ കേട്ടു. ആ സഹാബികൾ എല്ലാവരും കേട്ടത് സാധാരണ മാർഗത്തിലാണ്, അത് ഷഹാദയാണ്. ഞാൻ പറയുന്ന ആ കേട്ടതും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് കേട്ടതാണ്. സാരിയ വിദൂരത്ത് നിന്ന് കേട്ടു, അതും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് കേട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആ കേട്ട കേൾവി മദീനയിലെ മിമ്പറിൽ നിന്നല്ലേ ഇത് പറഞ്ഞത്. മദീനത്ത് മുമ്പിലുള്ള എല്ലാ സഹാബികളും അത് കേട്ടിട്ടുണ്ടല്ലോ. സഹാബികളും അവിടെ വല്ല താബികളും ഉണ്ടെങ്കിൽ അവരും അത് കേട്ടിട്ടുണ്ടല്ലോ. അവരൊക്കെ കേട്ടത് നമ്മുടെ മുമ്പിൽ ഭൗതികമായ മാർഗം. അങ്ങകരെ ദൂരെ കിടക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ടതോ അത് അഭൗതികമായ മാർഗം. ഈ രണ്ട് കേൾവിയും സാരിയ അഭൗതികമായി കേട്ടുന്നു, ഗൈബിയായി കേട്ടത്. മദീന പള്ളിയിൽ ജുമുഅക്കിരിക്കുന്ന ജനങ്ങൾ ഭൗതികമായി കേട്ടതും രണ്ടിന്റെയും ഒറിജിനൽ ഉടമസ്ഥൻ അള്ളാഹുവാൻ. ആ അഭൗതികമായ മാർഗത്തിലൂടെ സാരിയയെ കേൾപ്പിച്ചതും ഭൗതികമായ മാർഗത്തിൽ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ കേൾപ്പിച്ചതും ആ രണ്ട് കേൾപ്പിക്കലിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ രണ്ട് വിഭാഗവും കേട്ടത് സ്വന്തമായ കഴിവുകൊണ്ടല്ല, മുമ്പിലിരിക്കുന്ന ജനങ്ങൾ കേട്ടതും സ്വന്തമായ കഴിവുകൊണ്ടല്ല. ഇപ്പോൾ എൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത് പോലെ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് കേൾക്കല്ല. ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പറയല്ല. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞത് സ്വന്തം കഴിവുകൊണ്ട് പറഞ്ഞതല്ല. ആ പറഞ്ഞതിനെ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് പറഞ്ഞു. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അടുത്തുള്ളവര് കേട്ടു, ദൂരെ കിടക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവും കേട്ടു. ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഗൈബറിയുക എന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊന്നും തൗഹീദിനെതിരോ ശിർക്കിൽ പെടുന്നതോ അല്ല. അള്ളാഹുവിന്റെ റസൂലിന് വരെ വൈബറിയില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഒരുപാട് പൊട്ടപ്പോയത്തങ്ങളാണ് വിദേഹത്തുകാർ പറയാറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ സഫ്വാൻ റളിയല്ലാഹു അൻഹുമായുള്ള ദുരാരോപണം, ആ ആരോപണത്തിലൊക്കെ റസൂലുള്ളാഹിക്ക് വൈബറിയില്ല എന്നാണ് സമർത്ഥിക്കാറുള്ളത് വിദേഹത്തുകാർ. റസൂലുള്ളാഹിക്ക് വൈബ് അറിയില്ല എന്നതിന് തെളിവ് പറയുന്ന വഹാബികളുടെ ഏറ്റവും വലിയ തെളിവാണ് ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവും കൂടി ഒരു യാത്രയിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടപ്പോൾ സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഒട്ടക കൂടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വന്നിട്ടില്ലെന്നറിയാതെ യാത്രാസംഘം പുറപ്പെട്ടപ്പോൾ ഒട്ടകക്കട്ടില് ആയിഷ ബീവിയുടെ വാഹനത്തിന്റെ പുറത്തേക്ക് എടുത്തു വെച്ചു. അതിൽ യഥാർത്ഥത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി ഉണ്ടായിരുന്നില്ല. സംഘം അത് അറിഞ്ഞിരുന്നില്ല, ഉണ്ടെന്ന് കരുതിയാണ് എടുത്തു വെച്ചത്. അവിടെ സഹോദരിമാരുടെ ആ ഹിജാബിന്റെ നിയമം നമുക്ക് അവിടെ വരികൾക്കിടയിൽ വെച്ച് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ എന്തേ ആയിഷ ബീവിനുള്ളിൽ ഉണ്ടോ എന്നൊന്ന് ആ വിരി പൊന്തിച്ച് നോക്കിക്കൂടായിരുന്നോ? എന്നാൽ ഈ അബദ്ധം വരുമായിരുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അതിരിക്കട്ടെ, അത് മറ്റു വിഷയമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് തങ്ങളോടൊപ്പം ആയിഷ ബീവി ഇതിൽ ഉള്ള കാര്യം അറിയാതെ യാത്ര പുറപ്പെട്ടു. ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്ന ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ മറ്റൊരു ഭാര്യയിൽ നിന്നും കടം വാങ്ങിയ മാല ഇട്ടായിരുന്നു അന്ന് പോയിരുന്നത്. ആ മാല വഴിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അത് തെരഞ്ഞുകൊണ്ട് വീണ്ടും വിസർജിക്കാൻ പോയ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ആ മാല തിരക്കി കുറച്ചു നേരം വൈകി. തിരിച്ചു വന്നപ്പോഴേക്കും സംഘം പോയിരിക്കുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പതിവനുസരിച്ച് ഇസ്ലാമിക സംഘങ്ങൾക്ക് പിന്നാലെ നഷ്ടപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ, അശ്രദ്ധമായ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ എന്ന ലക്ഷ്യത്തിൽ ഇങ്ങനെ പിന്നാലെ പോവുക എന്ന പതിവുള്ള സഫ്വാൻ എന്നവര് ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുകയും ആയിഷ ബീവി
മരുഭൂമിയിൽ ഒറ്റപ്പെട്ടത് കണ്ടപ്പോ തന്റെ വാഹനപ്പുറത്ത് കയറ്റി അതിന്റെ കൂടെ ഇരിക്കാതെ നടന്നുകൊണ്ട് സുഫ്വാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഉമ്മുൽ മുഅ്മിനീനെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു. ഇത് മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് ഒരു അവസരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം പത്നിയെ കുറ്റപ്പെടുത്തി ഒരുപാട് മുഅ്മിനീങ്ങൾ വേണ്ടാത്ത ആ ആരോപണങ്ങളിൽ പങ്കാളികളാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1.5 മാസക്കാലം മൗനം ദീക്ഷിക്കുകയും ചെയ്തു. ഇവിടെ എന്താണ് ബിദ്അത്തുകാർ പറയാറുള്ളത്? ആയിഷ ബീവി തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്ന വസ്തുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ 1.5 മാസക്കാലം ഉമ്മത്തിനെ കൊണ്ട് ഫിത്ന പറയിപ്പിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ മൗനം പാലിക്കുമോ? അല്ലാഹു തആല ഖുർആനിലൂടെ ആയിഷ ബീവി ബരീഅത്താണെന്ന ആയത്തിറക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ കാത്തിരിക്കുമായിരുന്നോ? അപ്പൊ റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയില്ല എന്നതിന് തെളിവാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിഷ്പക്ഷമായി അല്ലാഹു തആല തന്ന ബുദ്ധി കൊണ്ട് ഒന്ന് ആലോചിക്കണം. എങ്ങനെയാണ് ഇത് റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയില്ല എന്നതിന് തെളിവാകുക? റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയില്ല എന്നതിന് തെളിവാണോ ഇത്? പരമാവധി ഇനി വന്നെങ്കിൽ തന്നെ നമ്മളെ വിശ്വാസം എന്താണ്? അല്ലാഹു തആല കൊടുക്കുമ്പോഴാണ്, കൊടുത്തിട്ടാണ് എല്ലാവർക്കും എല്ലാം ലഭിക്കുന്നത്. ഏത് കാര്യത്തിലും അങ്ങനെയാണ് എന്ന് വരുമ്പോ ഇൽമുൽ ഗൈബിലും അങ്ങനെയാണല്ലോ. അള്ളാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് ഗൈബ് അറിയുന്നത് അവർക്ക് ഗൈബ് അള്ളാഹ് കൊടുക്കുന്നത് കൊണ്ടാണ്. പരമാവധി ഇതുകൊണ്ട് വന്നാൽ തന്നെ എത്രയേ വരാവൂ? ആ ഒരു വിഷയത്തിലെ ഗൈബിനെ അള്ളാഹ് അറിയിച്ചില്ലായിരുന്നു എന്നല്ലേ വരാൻ പറ്റുള്ളൂ. അതെന്നെ ശരിയല്ല. നീ മുജാഹിദീങ്ങളുടെ ബിദ്അത്തുകാരുടെ വാദത്തിന് വേണ്ടി തൽക്കാലം സമ്മതിച്ചാൽ തന്നെയും ഇവിടെ സമ്മതിക്കാനുള്ളത് ആ വിഷയത്തിന്റെ ഗൈബ് അത്രയും കാലം കിട്ടിയില്ല എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അതിൽ നിന്ന് നബി തങ്ങൾക്ക് ഒരു ഗൈബ് അറിയാത്ത ആളാണെന്നതിന് ഇതെങ്ങനെ തെളിവാവുക? എത്ര ഗൈബ് റസൂലുള്ളാഹി പറഞ്ഞതുണ്ട് വ്യക്തമായി. ഒരുപാട് ഗൈബുകളില്ലേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സദസ്സിൽ ഇങ്ങനെ തന്റെ സ്വഹാബാക്കൾക്ക് ദീനിയായ ഉപദേശം കൊടുക്കുമ്പോ സദസ്സിലിരിക്കുന്ന ഒരാളെ ചോദ്യം, തങ്ങളെ എന്റെ വാപ്പ ആരാണ്? എന്റെ വാപ്പ ആരാണെന്ന് എന്തിനാ അയാൾ ചോദിച്ചത്? എന്റെ വാപ്പ ആരാണെന്ന് എന്തിനാണ് ആ സ്വഹാബി ചോദിച്ചത്? ആ ചോദിച്ച വ്യക്തിയുടെ പിതാവിന്റെ പിതൃത്വത്തെ കുറിച്ച് സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നു അത്രേ. നമ്മളുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ചില ആളുകൾ ഓന്റെ ജന്മം ശരിയല്ല എന്ന അഭിപ്രായമുണ്ട്. ചില ആളുകളെ പറ്റിയൊക്കെ അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ബാപ്പ ഒറിജിനൽ ആണോ അല്ലേ, ശരിയായോ അല്ലേ, ഉമ്മാക്കുള്ള അതിന്റെ രഹസ്യം അറിയാ എന്നൊക്കെ പറയുന്ന വിഷയം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ തന്നെ അത്തരം ചില സാഹചര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാരെ പറ്റിയും ഉണ്ടാകും. അതുള്ളവരെ കുറിച്ച് അതൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ല. ആ രഹസ്യമായി കിടക്കുന്ന സംഗതികളൊക്കെ ഒളിപ്പിച്ചു വെക്കണം. ഷാഫി സക്കാഫിന്റെ വാദം ഇത്രയും നേരം നമ്മൾ കേട്ടതിൽ ഇത്തരം വിഷയങ്ങളും അതിൽപ്പെട്ട തന്നെയാണ്. എന്തായിരുന്നാലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ എന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ച ഈ സ്വഹാബി എന്ത് വിശ്വസിച്ചിട്ടാണ് അത് ചോദിച്ചത്? ഈ സ്വഹാബി എന്തായാലും സുന്നിയാണ്. സഹാബാക്കൾ എല്ലാവരും സുന്നികളാണ്. എന്നാ ഈ ഒരു സഹാബിയെങ്കിലും റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണെന്നല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരുമോ? അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സമീപത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെക്ക് ചെയ്യാൻ പോകല. ഏതർത്ഥത്തിലാണ് ഇത്? റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ വാപ്പാനെ കിട്ടുമെന്ന് മനസ്സിലാവുന്നത് എന്റെ വാപ്പ ഇന്ന ആളാണ്, റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ കേട്ടു നിൽക്കുന്ന ഏതെങ്കിലും സഹാബികൾക്ക് റസൂലുള്ളാഹി എങ്ങനെ അത് പറയാ? റസൂലുള്ളാഹിക്ക് എങ്ങനെ വാപ്പ അതാണെന്ന് അറിയാൻ പറ്റും? നിങ്ങൾക്ക് ഗൈബ് അറിയോ എന്ന് ഒറ്റ സഹാബികൾക്കും തോന്നിയില്ലല്ലോ. മറിച്ച് അവിടെ ഉണ്ടായിരുന്ന വേറെ പലരും അതിനോടനുബന്ധിച്ച് ചോദിക്കാൻ തുടങ്ങി, തങ്ങളെ എന്റെ വാപ്പാരാ? അപ്പൊ അയാളെ വാപ്പാനെയും പറഞ്ഞു. തൊട്ടടുത്താളെ എന്റെ വാപ്പാരാ? അയാളെ വാപ്പാനെയും പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇതൊരു അവസരമായി കണ്ടു. നമുക്കൊക്കെ നമ്മളെ വാപ്പാരെ ഉറപ്പിക്കാൻ ഇതൊരു മാർഗമാണ്. റസൂലുള്ളാഹി തങ്ങള് ആണ് പറഞ്ഞാൽ ഉറപ്പായല്ലോ. ഈ മൂടിൽ സഹാബാക്കൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പോ യഥാർത്ഥത്തിൽ ചിലരുടെ വാപ്പ സമൂഹത്തിൽ പ്രചരിച്ചിട്ടില്ലെങ്കിലും അത് രഹസ്യമായി കിടക്കേണ്ട സംഗതിയാണ്.
അത് വെളിച്ചത്ത് വരാൻ പാടില്ല. ചിലരുടെ വാപ്പമാര് അറിയപ്പെട്ട വാപ്പമാരല്ലായിരിക്കാം. അതെങ്ങാനും പുറത്തു വന്നാൽ ആ വാപ്പയോ ആ ഉമ്മയോ ആ മകനും ഒക്കെ വഷളായില്ലേ? റസൂലുള്ളാഹിനോട് ചോദിച്ചാലോ ഒക്കെ വ്യക്തമാവുമല്ലോ. ഇതിന് കടിഞ്ഞാനിട്ടുകൊണ്ട് ആ സമയത്ത് ആയത്തിറക്കി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ, ഓ സത്യവിശ്വാസികളെ, ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും തസുഉക്കും, ചോദിച്ചാൽ റസൂലുള്ള പറയും, പറഞ്ഞാൽ പലതിലും നിങ്ങൾ മോശമാകും എന്ന് അള്ളാഹു പറഞ്ഞില്ലേ സഹോദരന്മാരെ? ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തം പിതാവ് ആരാണെന്ന് ഓരോരുത്തരും ചോദിച്ചാൽ ആ ഓരോരുത്തരുടെയും ബാപ്പാനെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കുമെന്നല്ലേ അള്ളാഹ് പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കല്ലിൻ എന്നല്ലേ ഇതിനർത്ഥം? ഇത്ര വ്യക്തമായി ഉണ്ടായിട്ടും ഇവിടെ സഫ്വാന്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ പോന്നപ്പോ 1.5 മാസക്കാലം റസൂലുള്ളാഹി തങ്ങൾ മൗനം ദീക്ഷിച്ചതിന്റെ അർത്ഥം നബിക്ക് ഗൈബ് അറിയില്ല എന്നാണെങ്കിൽ എന്തൊരു തെളിവെടുപ്പാണ് വിദ്യാർത്ഥിക്കാരൻ ഇവിടെ കാണിച്ചു, നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സദസ്സിലേക്ക് കയറി വരുന്നു. ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെ കുട്ടികൾ പാട്ട് പാടുകയാണ്. സഹീഹ് ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, അവിടെ കുട്ടികൾ പാട്ട് പാടുന്നു. എന്തായിരുന്നു പാട്ട്? അവരെ കുടുംബത്തിൽപ്പെട്ട് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയ ശ്രോതാക്കളെ പറ്റി, ബദരീങ്ങളെ പറ്റി, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ പറ്റി അവരെ മദ്ഹുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ കയറി വരുമ്പോ പെട്ടെന്ന് റസൂലുള്ളാഹിനെ കണ്ടപ്പോ ആ കുട്ടികൾ അതുവരെ പാടിയിരുന്ന പാട്ടിന്ന് സ്വരം മാറിയിട്ട് പാട്ട് മാറി റസൂലുള്ളാഹിനെ പറ്റിയായി. എന്താ പാടിയത്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. എന്തായിരുന്നു ആ പറഞ്ഞ്? വഫീനാ നബിയുൻ, ഞങ്ങൾക്കൊരു നബിയുണ്ട്, യഅലമു മാ ഫീ ഗദി, ഭാവിയിൽ വരാൻ പോകുന്നതൊക്കെ ഇന്ന് പറയുന്ന ആളാണ്. ഒറ്റയടിക്ക് ഈ കുട്ടികൾ എല്ലാവരും പാടി. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ളതല്ലേ? ഈ പാട്ടിന് അർത്ഥം എന്താ? ഈ പാട്ട് നേരത്തെ രചിച്ചു വെച്ചതായിരുന്നോ? അല്ല. നൈമിഷികമായി റസൂലുള്ളാഹിനെ കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന പാട്ട് രചിക്കാൻ അപ്പപ്പോൾ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ അങ്ങ് വന്നു, അതാണ് പറഞ്ഞുപോയി, അതങ്ങോട്ട് പാടി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇതുവരെ പാടിയിരുന്ന ബദരീങ്ങളെ കുറിച്ച് തന്നെ പാടണേ, എന്നെ കുറിച്ച് പാടണ്ട. അത് റസൂലുള്ളാഹിന്റെ വിനയാണ്. അപ്പം ഇതുവരെ പാടി അതെന്നെ പാടിക്കോളൂ, എന്നെ പറ്റി ആവണ്ട എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത്രേ പറഞ്ഞോളല്ലോ, എന്നെ പറ്റി ആവണ്ട. അതല്ലെങ്കിൽ റസൂലുള്ളാഹി ചെയ്യേണ്ടത് എനിക്ക് വൈബറിയില്ല എന്ന് പറയല്ലേ വേണ്ടേ? ഈ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന വലിയവരും എല്ലാവരും എന്താ പറഞ്ഞ്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങൾക്കൊരു നബിയുണ്ട്, വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളൊക്കെ മുൻകൂർ പറയുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോ അതൊരു അബദ്ധമാണെങ്കിൽ ആ അബദ്ധമല്ലേ റസൂൽ ആദ്യം തിരുത്തേണ്ടത്? റസൂൽ എന്താ പറഞ്ഞ്? എന്നെ കുറിച്ച് മതി ചെയ്യണ്ട, നിങ്ങൾ ആ ഇതുവരെ പാടിയത് ബദരീങ്ങളെ പറ്റിയായിരുന്നില്ലേ? ബദരീങ്ങൾ പറഞ്ഞാൽ അതിൽ റസൂലും പെടും. കാരണം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 1-ാമത്തെ ആൾ റസൂലാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബദരി റസൂലാണ്, 2-ാമത്തെ ആൾ സിദ്ദീഖ് എന്നവരാണ്, പിന്നെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ എന്നവരാണ്, ഉസ്മാൻ എന്നവരാണ്, അലിയാർ എന്നവരാണ്, പിന്നെ അശ്റത്തുൽ മുബശ്ശിരീൻ പെട്ട അങ്ങനെ 313 ആളുകളാണ്. അപ്പൊ ഇന്നെ ഒറ്റയ്ക്ക് പറയേണ്ട, ഞാനും കൂടി ഉൾക്കൊള്ളുന്ന ബദരീങ്ങളെ പറ്റിയാണ് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത്, അതുകൊണ്ട് അത് തന്നെ പാടുവിൻ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ അതുവരെ പാടിയത് തന്നെ പാടാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാനിവിടെ വായിക്കുന്നത് എന്താണെന്നറിയോ? റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഒറ്റ സ്വരത്തിൽ ഒന്നടങ്കം നേരത്തെ നിർമ്മിച്ചു വെച്ച പാട്ടല്ല, ആ പാട്ടിൽ വന്ന സംഗതി എന്താണ്? ഞങ്ങൾക്കൊരു നബിയുണ്ട്, ഗൈബ് അറിയുന്ന നബിയാണ്. ഇത് വായിൽ വരണമെങ്കിൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച ജനങ്ങൾ എല്ലാവരും ഈ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത് ഗൈബ് പറയുന്ന നബിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ വരി വന്നത്. റസൂലുള്ളാഹി അതിനെ തിരുത്തിയിട്ടുമില്ല. ഇങ്ങനെ എത്ര ഗൈബുകൾ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ വെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഫ്വാന്റെ കൂടെ പോയപ്പോ 1.5 മാസക്കാലം റസൂലുള്ളാഹി തങ്ങൾ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നബിക്ക് ഗൈബ് അറിയില്ല, ഒരു ഗൈബും അറിയില്ല എന്നാവുമെന്ന് തെളിവുപിടിക്കണത്. പറഞ്ഞ കുറെ ഗൈബുകളുണ്ട്, ഓരോരുത്തരുടെയും ബാപ്പ ഇന്നാളാണെന്ന് പറഞ്ഞതുണ്ട്. റസൂലുള്ളാഹിനെ കൊണ്ട് പറയിപ്പിച്ചാൽ നമ്മളൊക്കെ വാപ്പ അതന്നെ ബാപ്പ എന്ന് ഉറപ്പാവൂന്ന് വിചാരിച്ച സഹാബാക്കളുണ്ട്.
നിങ്ങൾ അങ്ങനെ ചോദിക്കല്ലേ സുഹൃത്തുക്കളെ എന്ന് അള്ള ബ്രേക്ക് ഇട്ടു. കാരണം ചിലവരെ ബാപ്പ ശരിയായിരിക്കൂല, അത് വെളിച്ചത്ത് വന്നാൽ ആ ബാപ്പയും ഉമ്മയൊക്കെ വഷളാവും. അതുകൊണ്ട് യായുവല്ലദീന ആമനു ലാ തസ്അലു അൻ അശ്യാ ഇത്യാദി കാര്യങ്ങൾ ചോദിക്കല്ലേ, ഇൻ തുബദലക്കും തസൂക്കും, അത് വെളിച്ചത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വഷളത്തരത്തിലേക്ക് പോകും എന്ന് വഹയിറക്കിയിട്ട് ഖുർആനിൽ അള്ളാഹ് പറയിപ്പിച്ചു. ഇതിന്റെ ഒക്കെ അർത്ഥം ഈ റസൂലുള്ളാഹിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ പറയാൻ കിട്ടുമെന്നല്ലേ. എന്നിട്ട് ആയിഷ ബീവിന്റെ സംഭവത്തിൽ 1.5 മാസക്കാലം നബി മൗനം ദീക്ഷിച്ചപ്പോൾ ഗൈബ് അറിയാത്തത് കൊണ്ടാണെന്ന് തെളിവ് പിടിക്കുക. ഏത് കാര്യത്തിനും തെളിവ് ആയത്തുനിന്നും ഹദീസിനും തന്നെ വേണമെന്ന് പറയുന്ന ആളുകൾ, എന്നാൽ ആയത്തോ ഹദീസോ ആണെങ്കിലും ഞങ്ങളുടെ യുക്തിക്ക് യോജിച്ചെങ്കിലേ സ്വീകരിക്കുള്ളൂ, ഹദീസാണ് എന്ന് വിചാരിച്ച് സ്വീകരിക്കില്ല എന്ന് വരെ അവസാന കാലത്തുള്ള ബിദ്അത്തുകാർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബുദ്ധിപരമായി നമുക്ക് ആലോചിക്കാൻ വകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ ആയിഷാ ബീവി നിരപരാധിയാണ് എന്ന് അറിയുന്നാണ് സത്യം. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ അങ്ങനെയാ വിശ്വസിക്കുന്നത്. കിതാബിൽ അയിമ്മത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നെ 1.5 മാസക്കാലം ആയിഷ തെറ്റ് ചെയ്തില്ല എന്ന് എന്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞില്ല? അതെങ്ങാനും ആയിഷ തെറ്റ് ചെയ്തില്ല എന്ന് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ ആപ്പീസ് അന്ന് പൂട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് സ്വന്തം ഭാര്യയുടെ പേരിൽ ആരോപണം വന്നപ്പോ ആ ഭാര്യ നിരപരാധിയാണെന്ന് പറയേണ്ട ആള് റസൂലുള്ളാഹി അല്ല. ബുദ്ധിപരമായി ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഞാനൊരു നാട്ടിലെ ഖാദിയാണ്. ആ നാട്ടിലെ ഖാദിയായി എന്ന് നിങ്ങൾ സങ്കല്പിച്ചു. നിങ്ങളാരും എനിക്ക് ഖാദിപ്പണി തരുമൊന്നും വേണ്ട. ആ ഖാദിയായ ഞാൻ അവളെ ഉമറുൽ ഫാറൂഖിന്റെ ഭരണം നടപ്പാക്കാൻ, ഞാൻ അവളെ കട്ടവന്റെ കൈമുറിക്കുന്നു, ഞാൻ അവളെ വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലുന്നു, വ്യഭിചരിച്ചവൻ അവിവാഹിതനാണെങ്കിൽ 100 അടിയടിക്കുന്നു. ഇങ്ങനത്തെ ഇസ്ലാമിക ഭരണങ്ങളൊക്കെ നടപ്പാക്കുകയാണ്. ജുമഅക്ക് വരാത്തവന് ഫൈൻ ഈടാക്കുന്നു. അങ്ങനെ ദീനിയായ നിയമങ്ങൾ ആ മഹല്ലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒരിക്കൽ എൻ്റെ മകൻ ഇത്തരത്തിൽപ്പെട്ടൊരു ആരോപണത്തിന് വിധേയനായാൽ, എൻ്റെ മകൻ വ്യഭിചരിച്ചു എന്ന ആരോപണം വന്നാൽ എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ മകൻ വ്യഭിചരിച്ചിട്ടില്ലെന്ന്. പക്ഷെ ഞാനത് പറയാൻ പറ്റുമോ? ഞാനത് പറഞ്ഞാൽ പഴയകാലത്തെ കടങ്കഥയിലുണ്ട്, കാളിയാര മകനായ കുന്തം കടത്തി അളക്കാൻ. അതിവിടെ പ്രായോഗികമാവൂലേ? അതെന്താണ്? പണ്ടൊരു കാലത്ത് ഒരു നാട്ടിലുണ്ടായിരുന്ന കാളിയാർ, ഉണ്ടായതാവണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു നാട്ടിലെ ഭരണാധികാരി അല്ലെങ്കിൽ കാളി, അദ്ദേഹം നാട്ടിലെ ജനങ്ങൾക്ക് വ്യഭിചാര കേസിൽ ശിക്ഷ വിധിച്ചിരുന്നുത്രേ. വ്യഭിചാര കേസിൽ പെടുന്ന ആളുകൾ പിടിക്കപ്പെട്ടാൽ അവർക്ക് അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? ഒരു ഒലക്ക ഇങ്ങനെ നിർത്തിവെക്കുക, ആ ഒലക്ക മൂടുന്നത് വരെ അരി കൊടുന്നിട്ട് ഇടണമെന്ന. ഒലക്ക നാട്ടി വെച്ചിട്ട്, ഒലക്ക എത്ര ഉണ്ടാവും? ഒരു 2 മീറ്ററോ 2.5 മീറ്റർ ഉണ്ടാവില്ലേ? ആ 2.5 മീറ്റർ ഉയരത്തിൽ കുന്തം പോലെ നാട്ടി നിർത്തിയ ഒലക്ക മൂടാൻ മാത്രം അരി കൊണ്ടുവന്ന് ദാനം ചെയ്യണം, എന്നാലേ ആ പാപം വിട്ടുകൊടുക്കുള്ളൂ എന്ന് ആ നാട്ടിൽ നിയമം നടപ്പാക്കിയ ഖാദിയാരുടെ മകൻ ഒരിക്കൽ ഇതുപോലത്തെ വ്യഭിചാര കേസിൽ പെട്ടപ്പോ, ഇനിയിപ്പോ കുന്തം മൂടുന്നത് വരെ അരി കൊടുക്കേണ്ടത് ആരാണ്? ഖാദിയാരല്ലേ. അപ്പൊ അന്ന് ആ ഖാദി പറഞ്ഞുത്രേ, കുന്തം കടത്തിയിട്ടിട്ട് അളന്നാലും മതിയും. അപ്പൊ അതൊരു ചാക്കരി ഉണ്ടാവുമല്ലോ. നിർത്തിവെച്ച് അളക്കുമ്പോൾ ഒരുപാട് കിൻഡല് ടണ്ണ് കണക്കിന് വേണം. അത് കടത്തിയിട്ട് അളന്നാൽ ഒറ്റ ചാക്കുകൊണ്ട് ഒരു ഒലക്ക മൂടാൻ പറ്റും അല്ലേ? ഇത് ഖാദിയാര മകനായപ്പോ കുന്തം കടത്തി അളക്ക എന്ന പഴമൊഴി അനുസ്മരിപ്പിക്കുന്ന വിധത്തിലല്ലേ ആയിഷ റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് വ്യഭിചരിച്ച ആൾ എറിഞ്ഞു വന്ന ആളാണ് അല്ലേ? മായസുല്ലാഹുവിനെ വധശിക്ഷ നടപ്പാക്കിയ ആളല്ലേ? കളവ് കേസിൽ ഒരുപാട് ആളുകളെ പീഡിപ്പിക്കപ്പെട്ടവരെ കൈമുറിച്ച ആളല്ലേ റസൂലുള്ളാഹി? വ്യഭിചാരത്തിൽ കുടുങ്ങിയിട്ട് ഹദ്ദടിച്ച ആളല്ലേ റസൂലുള്ളാഹി തങ്ങൾ? കള്ളുകൂടി നടക്കിട്ട് പിടിക്കപ്പെട്ടവനെ അടിച്ച് ഹദ്ദ് നടപ്പാക്കിയ ആളല്ലേ റസൂലുള്ളാഹി? ആ റസൂലുള്ളാഹിന്റെ സ്വന്തം ഭാര്യയുടെ പേരിൽ വ്യഭിചാരാരോപണം വന്നാൽ റസൂലുള്ളാഹിക്ക് 100% ഉറപ്പാണെങ്കിലും ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് റസൂലുള്ളാഹിന്റെ തൊള്ള കൊണ്ട് പറഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ വിശ്വാസ്യത അന്നേരം പൊളിയും. പിന്നെ അത് ആര് പറയണം? ഖാദിയാരായ എൻ്റെ മകൻ ഇതുപോലൊരു കേസിൽ പിടിക്കപ്പെട്ടാൽ എനിക്ക് 100% ഉറപ്പാണെങ്കിലും ഞാനല്ലാതെ പറയേണ്ടത് പിന്നെയോ ആ നാട്ടിലെ കമ്മിറ്റിക്കാരെടുക്കുന്ന തീരുമാനത്തിന് വിധേയമായി അവർ നിയമിക്കുന്ന അന്വേഷണ കമ്മീഷൻ അതിന്റെ പിന്നാലെ പോയി പരിശോധിച്ച് അവർ പറയണം ഉസ്താദിന്റെ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല, അപ്പോ ഞാൻ രക്ഷപ്പെടും. എനിക്ക് 100% അപ്പോഴേ ഉറപ്പാണ്.
എന്നാൽ ഞാനല്ല അത് പറയേണ്ടത് എന്ന പോലെ ആയിഷ ബീവി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി അത് പറഞ്ഞാൽ നേരത്തെ ഒരുപാട് വ്യഭിചാരത്തിൽപ്പെട്ട ആളുകളെ ശിക്ഷിച്ച റസൂലുള്ള, കട്ടവന്റെ കൈമുറിച്ച റസൂലുള്ള, സ്വന്തം ഭാര്യ ആരോപണത്തിൽപ്പെട്ടപ്പോ ഓള് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം പൊളിയുന്ന കാരണത്താൽ റസൂലുള്ളാഹി തങ്ങൾ അവിടെ അള്ളാഹു പറയട്ടെ എന്ന അതിനുവേണ്ടി കാത്തുനിന്നു. പിന്നെ നിഫാഖുള്ള ആളുകളുടെ നിഫാഖൊക്കെ പുറത്തു വരാൻ അള്ളാഹു തആല കുറച്ച് സമയമെടുത്തു. റസൂലുള്ളാഹിനെയും ആയിഷ ബീവിയെയും ഒക്കെ കുറ്റം പറയാൻ മനസ്സിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിന്റെ പിന്നാലെ കൂടി ക്ലിപ്പുണ്ടാക്കി അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തു നടത്തുന്ന ഈ ജാതി ഫിത്തിന, അത്തരം ഫിത്തിനകൾക്ക് അവസരം കൊടുക്കാൻ ഒരു 1.5 മാസക്കാലം അള്ളാഹു തആല സമയം കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിത്വം പ്രഖ്യാപിച്ചു, ഖുർആൻ പറഞ്ഞ പുറപ്പ. എന്നല്ലാതെ ഇത് ആയിഷ ബിയുടെ കാര്യത്തിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഗൈബറിയില്ല എന്നതിനെ ഒരിക്കലും തെളിവാക്കാൻ പറ്റില്ല. ഇനി വിദേഹത്തുകാരന്റെ വാദം സമ്മതിച്ചാൽ ആ ഒരു വിഷയത്തിലെ ഗൈബ് അല്ലാഹു തആല അന്ന് കൊടുത്തില്ല എന്നല്ലേ വരൂ. റസൂലുള്ളാഹിക്ക് ഗൈബറിയില്ല എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് അറിഞ്ഞ ഗൈബ് ഇപ്പുറത്തുണ്ടല്ലോ. ഇങ്ങനെ പറയേണ്ടി വരുന്നത് അള്ളാഹു മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം തൗഹീദിൽ എങ്ങനെയാണ് അള്ളാഹിന്റെ തൗഹീദ് ഉറക്കുന്നത് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ പടച്ച തമ്പുരാന് എന്തൊക്കെ വിശേഷണമുണ്ടോ, എന്തൊക്കെ പ്രവൃത്തിയുണ്ടോ അത് മുഴുവൻ ദാത്തിയാണ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ സ്വന്തമാണ്, മറ്റൊരാളിൽ നിന്ന് നേടിയതല്ല. അള്ളാഹു അല്ലാത്ത ഏതൊരാളും എത്ര വലിയ സംഗതി ആയിക്കോട്ടെ അത് അള്ളാഹു കൊടുത്തത് കൊണ്ട് ചെയ്തു എന്ന് വന്നാൽ അത് അള്ളാഹുവിന് സമാനമാവലല്ല, അള്ളാഹിനെ അവലംബിച്ച് ചെയ്യലാണ്. ഈ മാനദണ്ഡം കൊണ്ട് ശിർക്കിനെയും തൗഹീദിനെയും വേർതിരിച്ച് മനസ്സിലാക്കിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവരെ വിശ്വാസത്തിലും ആചാരത്തിലും ഒരിക്കലും ശിർക്കില് ആരോപണത്തിൽ അവർ തീർത്തും മുക്തരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാനുള്ള വിശാലമായ അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. പിന്നെ ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധാരണ എന്താ ബിദ്അത്തുകാർ ചെയ്യാറുള്ള നിങ്ങള്? ജനങ്ങൾക്ക് വിവരമില്ലല്ലോ. ഈ വിവരമില്ലാത്ത ജനങ്ങളെ എന്താക്കും? വിവരം ഇല്ലാത്ത ആളുകളെയാണ് ചതിക്കാനും പറ്റിക്കാനും പറ്റുള്ളൂ. അതിനെന്താക്കണം? എന്തെങ്കിലും ഒരു തന്ത്രം. വഹാബികൾ അള്ളാഹുവിന്റെ മഹാന്മാരുടെ കറാമത്ത് മുഅ്ജിസത്ത് പോലത്തതൊക്കെ അവതരിപ്പിച്ചാൽ അള്ളാഹുവിന്റെ ഒരു പ്രതിപക്ഷത്ത് നിർത്തിയിട്ടാണ് ഔലിയാക്കന്മാരെ ജനങ്ങൾക്ക് പറയാം. ഔലിയാക്കന്മാര് അള്ളാഹ്ക്ക് എതിരില്, എന്നിട്ട് അള്ളാഹ് തോൽക്കുക ഈ വിലായത്തിന്റെ മുമ്പില്, ഔലിയ ജയിക്കുക. ഇങ്ങനെ സമർത്ഥിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഖുർആനിൽ കാണാം. ഒരുപാട് രംഗങ്ങൾ പിന്നെ കറാമത്തുകളെ കഥയിൽ ഈ വിദേഹത്തുകാരൻ പ്രയോഗിച്ചത് കാണാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളും അവന്റെ ഇഷ്ടദാസന്മാരും അള്ളാഹുവിന്റെ വിധിക്കും തീരുമാനത്തിനും വിധേയമായാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന വസ്തുത മൂടി വെച്ചുകൊണ്ടാണ് ജനങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റിഫായി മാലയിൽ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ആ കറാമത്ത് പറഞ്ഞ കൂട്ടത്തില് അദ്ദേഹം ഹജ്ജിന് പോയപ്പോ ദഫ് മുട്ടിയിട്ട് തവാഫ് ചെയ്തു എന്ന് ആ റിഫായി മാലയിൽ കാണാം. ദഫ് മുട്ടുക എന്ന പരിപാടി അത് ഇമാം റിഫായി തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു ഹോബി ആയിരുന്നു. ദഫ് ഇസ്ലാമിൽ പറ്റൂലേ? അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. യജൂസു ദുഫ് എന്നും ദഫ് എന്നും വായിക്കാമെന്നും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. യജൂസു ദുഫ് എന്നും കാണാം, ദഫ് എന്നും കാണാം. ദഫ് എന്നാണ് പ്രയോഗമാണ് നമുക്കിടയിൽ വ്യാപകമായിട്ടുള്ളത്. അത് അനുവദനീയമാണ്. ആ കർമ്മശാസ്ത്ര നിയമപ്രകാരം അനുവദിക്കപ്പെട്ട ദഫിന്റെ നിയമങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. കിലുക്കും ചെലമ്പും ഇല്ലാത്ത ദഫായിരിക്കണം. അപ്പൊ വെറും ഒരു ദഫ് അതുമ്പൽ മുട്ടുക എന്നത് ആഘോഷവേളകളിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ചെണ്ടയും മദ്ദളവും ഒന്നും പാടില്ല എന്നും അത് ആ സാധനത്തിന്റെ ഘടന അനുസരിച്ചാണ് അതിന്റെ പേര് മാറുന്നത്. അത് അവിടെ കർമ്മശാസ്ത്ര രംഗത്ത് നമ്മൾ പഠിച്ച് വിശദീകരിക്കേണ്ടതാണ്. അത് നമ്മളിപ്പോഴത്തെ ചർച്ചയല്ല. ഞാൻ പറയുന്നത് ഈ ദഫ് ഒരു കൂടെ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു ഇമാം റിഫായി തങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഈ ദഫും അങ്ങനെ മുട്ടുന്ന സ്വഭാവമുണ്ട്.
ഹജ്ജിന് പോയപ്പോ തവാഫ് ചെയ്തപ്പോ തവാഫിൽ ഇങ്ങനെ ദഫ് മുട്ടി ഇമാം റിഫായി തങ്ങൾ തവാഫ് ചെയ്തു എന്നാണ്. ആ തവാഫിന്റെ സമയത്ത് ഇത് കണ്ട അവിടുത്തെ മറ്റു ജനങ്ങൾ ഈ ആളാരാണെന്ന് അറിയില്ല, ഇത് അഹമ്മദുൽ കബീർ റിഫായി ആണ് എന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. ഒരാൾ ദഫ് മുട്ടിയിട്ട് തവാഫ് ചെയ്യുന്നത് ജനങ്ങൾക്ക് വിചാരിച്ചുള്ളൂ. അപ്പൊ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ തടയാനും അദ്ദേഹത്തിന്റെ എതിരിൽ തിരിയാനും നോക്കി. ചരിത്രത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. വിദേഹത്തുകാരെ അവതരിപ്പിക്കൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ. വിദേഹത്തുകാരെ അവതരിപ്പിക്കൽ വേറെ കുലത്തിലാണ്. ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഇമാം റിഫായിയുടെ മനാഖിബിൽ ഉള്ളത് എങ്ങനെയാണ്? ദഫ് മൂപ്പരുടെ കൂടെ ഉണ്ടാകും, മിക്ക സമയത്തുണ്ടാകും. ഹജ്ജിന് പോയപ്പോൾ ഉണ്ടായിരുന്നു. തവാഫ് ചെയ്തപ്പോൾ ദഫ് മുട്ടിയപ്പോ ജനങ്ങൾക്കാർക്കും ഇത് അഹമ്മദുൽ കബീർ റിഫായി ആണെന്നോ വലിയാണെന്നോ അറിയില്ല. അപ്പൊ ജനങ്ങൾ സ്വാഭാവികമായോ തടഞ്ഞു. അതിപ്പോ അങ്ങനെ തന്നെയുള്ളോ? ഇപ്പൊ തവാഫ് ചെയ്യുമ്പോ കരയുള്ള തുണി ഉടുത്താൽ പോലും അവിടെ ആളുകൾ വിടൂല. സത്യത്തില് തവാഫിന്റെ തുണിക്ക് ഷർത്തുണ്ടോ? തുന്നാൻ പാടില്ല, മൂട്ടിയ തുണിയാകാൻ പാടില്ല എന്നേ ഉള്ളൂ. 2 തല കൂട്ടി തുന്നരുത് എന്നേ ഉള്ളൂ. കള്ളി തുണിയെടുത്ത് തവാഫ് ചെയ്തൂടെ? കളർ തുണിയെടുത്ത് തവാഫ് ചെയ്തൂടെ? വെള്ള ആവണമെന്നൊന്നുമില്ല. വെള്ള നല്ലതാണ്, വെള്ള നല്ലത് തന്നെ. അത് തവാഫിലല്ല, അല്ലാത്തപ്പോഴും ഉള്ള നിയമല്ലേ. മുഅ്മിനായ മനുഷ്യന്മാർക്ക് വെള്ള വസ്ത്രം നല്ലതാണ്. അത് തവാഫിലും അങ്ങനെ തന്നെ, നിസ്കാരത്തിലും അങ്ങനെ തന്നെ, അങ്ങാടിക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ. കള്ളിയും പുള്ളിയും വരയുള്ളതൊക്കെ ആണെങ്കിലോ അത് ജായിസാണ്, പക്ഷെ വെള്ളയോളം മഹത്വമല്ല. കളറും ജായിസാണ്. എന്നാൽ പിന്നെ ഈ കാവി കളറ് മോശമാണ്, അത് ധരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കുഫാറിന്റെ ലക്ഷണമാണെന്ന് പണ്ട് കാലത്ത് തന്നെ ദീനിലുണ്ട്. കാവി കളറുള്ള അത്തർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹദീസിൽ കാണാം. എന്നാൽ അത് ഉപയോഗിച്ചാൽ കാവി കളർ ആകുന്ന അത്തർ അതും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ തവാഫിന് വസ്ത്രം 2 അറ്റം കൂട്ടി തുന്നരുത് എന്ന നിയമത്തിലുള്ളൂ. ഏത് വസ്ത്രവും തവാഫിന് പറ്റും. കള്ളിത്തുണി പറ്റും, പുള്ളിത്തുണി പറ്റും, ഒക്കെ പറ്റും. പക്ഷെ വെള്ളത്തുണിക്ക് പോലും ഒരു ചെറിയ കര, ഒരു നൂലിന്റെ വണ്ണത്തിലുള്ള കരയെങ്ങാനുള്ള തുണി എടുത്താൽ പോലും ഇന്ന് പോലും ഹറമിലുള്ള ആളുകൾ, മക്കത്തുള്ള ആളുകൾ തവാഫ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ കാണുന്നവരൊക്കെ എടാ എൻ്റെ തവാഫ് ശരിയല്ല, എൻ്റെ തുണിമ കരണ്ട്, എന്താ നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും. ഇങ്ങനെയാണ്. അത് ജനങ്ങളെ അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മ ഇമാം റിഫായി തങ്ങൾ ദഫ് മുട്ടിയപ്പോ അത് 2 അറിവില്ലായ്മ അവിടെ ഉള്ളത്. ഒന്ന്, ദഫ് അനുവദനീയമാണെന്ന് അവർക്കറിയില്ല, ഈ ആള് റിഫായി ആണെന്നും അറിയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ നേർക്ക് തിരിഞ്ഞപ്പോ ഈ ജനങ്ങൾക്ക് അവിടെ ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജനങ്ങളെ, നിങ്ങളെ നിലപാട് തെറ്റാണ്, ഈ ആളൊരു മഹാനാണ്, ഈ ആള് മഹാനാണ്, ഇദ്ദേഹം ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അയാൾക്കത് ആയിരക്കണക്കിന് ജനങ്ങളോട് മൂപ്പർക്ക് പറയാൻ കഴിയോ? അല്ലാഹു തആല എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ തടഞ്ഞപ്പോൾ കഅബയെ വിറപ്പിച്ചു, കഅബ കിടിലം കൊണ്ടു. ഇത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഇയാളെ തടഞ്ഞിട്ടാണ്. അവന്ന വിട, എപ്പത് മഹാന. അങ്ങനെ മൂപ്പർ തവാഫ് തുടർന്നു. അപ്പൊ ജനങ്ങൾക്ക് ഇത് ആരാന്ന് ചോദിച്ചാൽ അഹമ്മദുൽ കബീർ റിഫായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സോറി പറഞ്ഞു, മാപ്പ് പറഞ്ഞു. ഇതാണല്ലോ ചരിത്രം. ആ ജനങ്ങളൊക്കെ പിന്നെന്തായി? ഇത് റിഫായി തങ്ങളാണെന്ന് അറിഞ്ഞപ്പോ പടച്ച തമ്പുരാനെ പിന്നെ മൂപ്പരെ പൂവിട്ടുകാണ്ട് ആദരിക്കല്ലേ ആ ജനങ്ങൾ ചെയ്തത്. ഈ ചരിത്രം വഹാബികൾ അവതരിപ്പിക്കൽ എങ്ങനെയാന്ന് പറയുമ്പോൾ മൂപ്പരെങ്ങനെ ചെണ്ടമുട്ടി കഅബത്തിങ്ങനെ വന്നു. അപ്പോ ജനങ്ങൾ തവാഫ് ചെയ്യാൻ അനുവദിച്ചില്ല. അതിൽ റിഫായി എന്താട്ടി? കഅബ അങ്ങോട്ട് ഇളക്കി. അപ്പൊ അള്ള പേടിച്ചു. അള്ള പറഞ്ഞു, പൊന്നാര റിഫായിയെ, ജിന്റെ കഅബ കേടിയിരുത്തല്ലേ, ജിമാണെങ്കിൽ ചെണ്ടമുട്ടി തവാഫ് ചെയ്തോ, എന്നാലും ഇന്റെ കഅബ പൊളിച്ചടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ അള്ളാഹു തആല എന്നാ മര്യാദക്ക് ഇന്നെ ഈ തവാഫ് ചെയ്യാൻ അയച്ചോന്ന് അള്ളഹാനോട് റിഫായി പറഞ്ഞു. അപ്പോ എന്നിട്ട് മൂപ്പര് ചെണ്ടമുട്ടി തവാഫ് ചെയ്തു. അവിടെ അള്ള തോറ്റു. ഇങ്ങനെ കൃത്രിമമായി അള്ളാഹുവിന്റെ മഹാന്മാരെ അള്ളാഹുവിന്റെ പ്രതിപക്ഷമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അള്ള എന്നിട്ട് ഔലിയാക്കന്മാരെ കറാമത്തിന്റെ മുമ്പിൽ തോറ്റുപോകുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ വിവരമില്ലാത്ത ജനങ്ങളെ മുമ്പിൽ ഈ മഹാന്മാരെ അവതരിപ്പിച്ചുകൊണ്ടല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സമൂഹത്തിലൊരാൾക്ക് കഴിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് കൃത്യമായ രീതിയിൽ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ശരിയായ ശിർക്കിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല.
ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്തുകൾ, ദീനിന്റെ ഇമാമുകൾ, ദീനിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചത് 100% അത് മാത്രമാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നല്ലത് പറയാനും നല്ലത് പഠിക്കാനും നല്ലവരായി ജീവിക്കാനും നല്ലവരായി മരിക്കാനും നല്ലവരോടൊപ്പം സ്വർഗലോകത്തിൽ ഒരുമിക്കാനും പടച്ച തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നബിദിനത്തിന്റെ ഒക്കെ സന്ദർഭമാണെന്ന് തുടക്കത്തിൽ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നെങ്കിലും സമയം പരിമിതി മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ചർച്ചകളുടെ ഗതിവിഗതികൾ അനുസരിച്ചുകൊണ്ട് ഉസ്താദുമാർ പലരും ഉണ്ട്. കോട്ടൂർ സക്കാഫി ഉസ്താദ് ലൈനിലുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അതുപോലെ മറ്റു ഉസ്താദുമാരും ഒക്കെ ഉണ്ടാകും, സക്കി ഉസ്താദ് ഉണ്ടാകും. അവരൊക്കെ ആവശ്യമായ ഉദ്ധരങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ നേരം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ റൂമിലെ പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റുന്ന സമയം വരെ മാത്രമേ ഞാൻ തുടരൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകളും. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com. ഇപ്പോൾ www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.